വെൽക്കം ടു അൻസ ഗൈഡൻസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ്. അൻസ ഗൈഡൻസ് നൽകുന്ന ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന 6 മാസത്തെ കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ encompasses the day-to-day tasks and activities that ensure an office functions effectively and smoothly. It involves managing various aspects of the office, from maintaining the physical space to overseeing records, finances, and other operational details. In essence, it is a support system that keeps an organization running smoothly. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓഫീസിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എഫിഷ്യൻ്റ്ലി ആൻഡ് സ്മൂത്ത്ലി മാനേജ് ചെയ്യുക. ഓഫീസ് ബിൽഡിംഗ് ആയിക്കോട്ടെ, റെക്കോർഡ്സ് ആയിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, ഫിനാൻസസ് ആയിക്കോട്ടെ, ഓപ്പറേഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം മാനേജ് ചെയ്യുക, കോർഡിനേഷൻസ് മാനേജ് ചെയ്യുക, സ്കെഡ്യൂൾ ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റേത് കോർഡിനേറ്റർ ഉണ്ടാകാം, അല്ലെങ്കിൽ PROs ഉണ്ടാകാം. അങ്ങനെ ഡിഫറെൻറ്റ് പൊസിഷൻസ് ഉണ്ടാകാം. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു പൊസിഷൻ്റെ കീ ഏരിയാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്പറേഷൻസ്, ഓഫീസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, എങ്ങനെയാണ് അതിൽ ഓപ്പറേഷൻസ് റിക്വയർമെൻറ്റ്സ്, ഫിസിക്കൽ സ്പേസ്, സപ്ലൈസ് ഉണ്ടാവും, സ്റ്റാഫിനെ മാനേജ് ചെയ്യേണ്ടതുണ്ട്, ഓഫീസ് എക്യുപ്മെൻറ്റ്സ് മാനേജ് ചെയ്യേണ്ടതുണ്ട്, റെക്കോർഡ്സ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ചിലപ്പോൾ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, ചിലപ്പോൾ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യണം, പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യാനുണ്ട്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കെഡ്യൂൾ ചെയ്യുക, ക്ലയൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, വിസിറ്റേഴ്സിനെ മാനേജ് ചെയ്യുക, ഫോൺ കോൾസ് ഹാൻഡിൽ ചെയ്യുക, ഇമെയിൽസ് ഹാൻഡിൽ ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ, അതർ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുക, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻസ് നോക്കുക, മീറ്റിംഗ്സ് സ്കെഡ്യൂൾ ചെയ്യുക, അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട് അത് സ്കെഡ്യൂൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് അവരെയൊക്കെ മാനേജ് ചെയ്യുക, അവരുടെ ഫങ്ഷൻസ് നമ്മൾ മോണിറ്റർ ചെയ്യുക, പുതിയ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുക, എംപ്ലോയീസിൻ്റെ റെക്കോർഡ്സ് വെക്കുക, കസ്റ്റമർ കെയർ, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ്, ബാക്ക് ഓഫീസ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് സപ്പോർട്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കീ പോയിന്റ്സ് എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അതൊക്കെ തന്നെ. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ നമ്മൾ മാനേജ് ചെയ്യുക, ഓഫീസ് സ്കെഡ്യൂൾസ് നമ്മൾ മാനേജ് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ മീറ്റിംഗ്സ് കോർഡിനേറ്റ് ചെയ്യുക, കറസ്പോണ്ടൻസ് ഹാൻഡിൽ ചെയ്യുക. എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈ പോസ്റ്റ് ആകാം, ബൈ ഇമെയിൽ ആകാം, ബൈ വാട്സപ്പ് ആകാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക. ദെൻ മെമ്മോസ്, റിപ്പോർട്ട്സ് ഇതൊക്കെ തയ്യാറാക്കുക, ക്ലറിക്കൽ സപ്പോർട്ട് കൊടുക്കുക, ആൻസറിങ് ഫോൺ കോൾസ്, ടേക്കിംഗ് മെസ്സേജസ്, ഫോർവേഡിങ് ഇമെയിൽസ്, സെൻഡിങ് ഇമെയിൽസ്, ഓഫീസ് മാനേജ് ചെയ്യുക, ഓഫീസ് സപ്ലൈസ് ഓർഡർ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, എക്യുപ്മെൻറ്റ്സ് മാനേജ് ചെയ്യുക, ഓഫീസ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ എൻഷുർ ചെയ്യുക, നമ്മൾ ചെയ്യാന്നുള്ളതല്ല, എൻഷുർ ചെയ്യുക. ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാകുക, അവരെ മാനേജ് ചെയ്യുക, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഉണ്ടാകുക, അവരെ മാനേജ് ചെയ്യുക, ഓർഗനൈസ്ഡ് ആക്കുക, സ്റ്റാഫിനെ കോണ്ടാക്ട് ചെയ്യുക, സ്റ്റാഫിൻ്റെ കോർഡിനേഷൻ നടത്തുക, വിസിറ്റേഴ്സിനെ മാനേജ് ചെയ്യുക, ക്ലയൻസിനെ മാനേജ് ചെയ്യുക, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക, നേരത്തെ പറഞ്ഞ പോലെ ഇവന്റ് കോർഡിനേഷൻസ്, എന്തെങ്കിലും ഇവന്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുക, ഇന്റേണൽ ഇവന്റ്സ് ആകാം, എക്സ്റ്റേണൽ ഇവന്റ്സ് ആകാം, അതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുക, ഡാറ്റ മാനേജ്മെന്റ്, അപ്പോൾ നമ്മൾക്ക് അവിടെയുള്ള റെക്കോർഡ്സ് ഉണ്ട് അത് മാനേജ് ചെയ്യുക. അതിപ്പോൾ സോഫ്റ്റ് ഡാറ്റ ആണെങ്കിൽ ഹാർഡ് ഡാറ്റ, ഇപ്പോൾ ഹാർഡ് കോപ്പീസ് ഒക്കെ ആണെങ്കിൽ സോഫ്റ്റ് കോപ്പീസ് ആണെങ്കിൽ അത് നമ്മൾ മാനേജ് ചെയ്യുക, സേഫ് ഗാർഡ് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സസ് സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
ഇതിന് എന്തൊക്കെ സ്കില്ല് വേണം എന്ന് നമുക്ക് നോക്കാം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് വേണം. സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഓർഗനൈസേഷൻ സ്കില്ല് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള സ്കില്ല് നമുക്ക് വേണം. ഡാറ്റ എൻട്രി സ്കിൽ, പലപ്പോഴും നമുക്ക് ഈ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട്, അത് ചിലപ്പോൾ നമ്മൾ ഫയൽസിലായിരിക്കാം, ചിലപ്പോൾ കമ്പ്യൂട്ടറിലായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും ആ നോളജ് ഉള്ളതാണ്. കാരണം നമ്മൾ 10ാം ക്ലാസ് 12ാം ക്ലാസ് മുതലൊക്കെ കമ്പ്യൂട്ടർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് പ്രത്യേക ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. അത് ഓൾറെഡി പഠിച്ചിട്ടാണ് ഈ 12ാം ക്ലാസ്സുകാർക്ക് വരുന്നത്. അപ്പോൾ അവർക്കത് റിഫ്രഷ് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, പലപ്പോഴും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. സൊല്യൂഷൻസ് കൊടുക്കുക, എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻസ് കൊടുക്കുക. കസ്റ്റമർ സർവീസ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഉണ്ട്, അത് ഓഫീസ് ടു ഓഫീസ് വേരി ചെയ്തിരിക്കും. ഇപ്പോൾ ചില ഓഫീസുകളിൽ കസ്റ്റമേഴ്സ് ഒരുപാടുള്ള ഓഫീസ്, അവരെ എങ്ങനെ മാനേജ് ചെയ്യണം. ബേസിക് ബുക്ക് കീപ്പിംഗ്, എക്സ്പെൻസ് ബഡ്ജറ്റൊക്കെ നമ്മൾ സൂക്ഷിച്ച് എഴുതി വെക്കുക. ടൈം മാനേജ്മെന്റ് സ്കിൽസ്, മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ പല മേഖലകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ വിവിധ ഡിപ്പാർട്ട്മെന്റ്സ് ഒരാൾ തന്നെ മാനേജ് ചെയ്യുക. അതായത് മൾട്ടി ടാസ്കിംഗ് എന്ന് പറഞ്ഞാൽ പല ടാസ്കുകളും ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്ന, മൾട്ടി ടാസ്ക് ചെയ്യുന്ന, അതിപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇപ്പോൾ മിക്കവാറും ഓഫീസുകളൊക്കെ ഈ മൾട്ടി ടാസ്കിങ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റാഫിനെ കൂടുതൽ, ഒരു സ്റ്റാഫിനെ കൊണ്ട് കൂടുതൽ ഏരിയ കവർ ചെയ്യിക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണ് അവർക്ക്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഡാറ്റ കീപ്പ് ചെയ്യാനായിട്ട് ഒരാൾ, അതുപോലെ തന്നെ അഡ്മിന് ഒരാൾ, അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റിന് ഒരാൾ. അപ്പോൾ ഈ 3 മേഖലകൾ ഒരാൾ തന്നെ നോക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കുറച്ച് സ്റ്റാഫ് മതി അവർക്ക്. അപ്പോൾ അതിനാണ് മൾട്ടി ടാസ്കിങ് എന്നൊക്കെ പറയുന്നത്. പറഞ്ഞാൽ വിവിധ ടാസ്കുകൾ ഒരാൾ തന്നെ ചെയ്യുന്ന രീതി. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സ്കിൽസും അതിൻ്റെ റോൾസും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ ഇതൊരു നമ്മളിപ്പോൾ ഏത് ഓഫീസ് എടുത്താലും, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ലോകത്തുള്ള ഏത് ഓഫീസിലും അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ പോസ്റ്റ് എങ്ങനെയും ഉണ്ടാവും. ചില ഓഫീസുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ചെറിയൊരു ഓഫീസ് എടുത്താൽ പോലും, ഒരു ഷോപ്പ് എടുത്താൽ പോലും അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അവിടുത്തെ അഡ്മിൻ കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരാൾ എങ്ങനെയും ഉണ്ടാവും. അത് മാർക്കറ്റിംഗ് സപ്പോർട്ട് കൊടുക്കാനാണെങ്കിലും, മാർക്കറ്റിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യാനാണെങ്കിലും, ഇനി അതല്ല അവിടുത്തെ അഡ്മിനായിട്ടുള്ള അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യാനായിട്ട്, കൊട്ടേഷൻസ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇമെയിൽസ് അയക്കാനായിട്ട്, ഇമെയിൽസ് റിസീവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മറ്റ് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാൻ, ഡോക്യുമെന്റ് റിസീവ് ചെയ്യാനായിട്ട്, എങ്ങനെ വന്നാലും എല്ലാ ഓഫീസിലും ഉള്ള ഒരു പോസ്റ്റാണ് ഈ പറഞ്ഞ അഡ്മിൻ എന്നുള്ള സാധനം. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജോലി സാധ്യത ഉള്ള ഒരു പോസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ എവിടെയും നമുക്ക് ഒരു ജോലി നേടാവുന്ന ഒരു മേഖലയാണ് ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഫീസ് മാനേജ്മെന്റ്, അഡ്മിൻ സ്റ്റാഫ്, അങ്ങനെയൊക്കെയുള്ള പൊസിഷൻസ്. എവിടെയും ഒരു ജോലി നേടാൻ പറ്റുന്ന. പക്ഷെ അവിടെ ജോലി കിട്ടാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത്ര സ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈ മേഖലയിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് ഈസി ആയിട്ട് കയറി പോകാം. പലപ്പോഴും ഇതിലെ ഈ സാലറി എന്ന് പറഞ്ഞാൽ വേരി ചെയ്തിരിക്കും. കാരണം നമ്മുടെ സ്കില്ല് അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു സാലറി സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുവാണ്, നമ്മൾ അതിന് മാത്രം സ്മാർട്ട് ആണെങ്കിൽ നാച്ചുറലി നമ്മുടെ സാലറി അതുപോലെ നമുക്ക് കൂടുതലായിട്ടായിരിക്കും. അപ്പോൾ എല്ലാ സ്ഥാപനങ്ങൾക്കും, എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളായിക്കോട്ടെ, ഏത് സ്ഥാപനം ആയിക്കോട്ടെ, അവർക്ക് ഔട്ട്പുട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കാവുന്ന രീതിയിൽ നമ്മൾക്ക് നമ്മൾ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള സാലറി ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നമുക്ക് ഇതെല്ലാം മാനേജ് ചെയ്യാൻ അറിയാവുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഈവൻ നമ്മുടെ സാലറിയിൽ പോലും നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. നമ്മുടെ ഏതെങ്കിലും ഒരു പുതിയ സ്ഥാപനത്തിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫ്രഷർ സംബന്ധിച്ചിടത്താണെങ്കിൽ ഇപ്പൊ കണ്ടിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ ഒരു ജോലി നമ്മൾ അന്വേഷിച്ച് ചെന്ന് കഴിയുമ്പോൾ എക്സ്പീരിയൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഏത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും ചോദിക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള സ്കില്ല് വേണം. അപ്പോൾ ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ എക്സ്പീരിയൻസ് പലപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലുള്ള സ്കില്ലാണ് നമ്മളുടെ ഈ ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം
വർക്ക് ചെയ്യാതെ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണുള്ളത്, ഓരോ ഓഫീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളത്, എന്തെല്ലാം എക്യുപ്മെന്റ്സ് ആണുള്ളത്, എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ഇമെയിൽസ് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ മറ്റ് ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്യണം, മറ്റ് ഡോക്യുമെന്റ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, സ്റ്റാഫിനെ മാനേജ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കേണ്ടത്, കോൺഫിഡൻസ് കൂട്ടേണ്ടത് എങ്ങനെയാണ്, പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഓഫീസിൽ ഏതൊക്കെ ഡ്രസ്സ് ധരിക്കാം, ഏതൊക്കെ ധരിക്കാൻ പാടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കരിക്കുലത്തിൽ വരുന്ന കാര്യമാണ്. അതൊക്കെ ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പഠിച്ചിട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കും ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞാൽ ഏതൊക്കെ ജോലി നമുക്ക് ട്രൈ ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. ഒരു എൻട്രി ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നമ്മൾ ഈ കോഴ്സും കഴിഞ്ഞ് പുറത്തിറങ്ങി വിജയകരമായിട്ട് പാസ്സായിട്ട് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, ഓഫീസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം, ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിസ്റ്റ് ആയിട്ട് പോകാം, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വേണം നോക്കാം, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കില്ല്. കാരണം ഇതിൽ നമ്മൾ കമ്പ്യൂട്ടർ ഓൺലൈൻ പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടർ പ്രാക്ടിക്കൽ കൊടുക്കാൻ പറ്റാത്തതുണ്ട്. എല്ലാവർക്കും അറിയാം ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞാൽ എക്സലും ഇതൊക്കെ അതിൽ നമ്മളുടെ ഡാറ്റ എൻട്രി ചെയ്യുന്ന കാര്യങ്ങൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. മിക്കവാറും +2 ലെവലിലൊക്കെ പഠിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആയിട്ട് വേണമെങ്കിൽ നോക്കാം, ക്ലറിക്കൽ സ്റ്റാഫ്, അതെല്ലാ ഓഫീസിലുള്ള ഒരു വേക്കൻസിയാണ് ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ. പല കാര്യങ്ങളും നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അപ്പോൾ എല്ലാ ഓഫീസിലും ഉള്ള ഒരാളാണ് ഈ ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ സ്റ്റാഫ്. കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്സ്, ഇപ്പോൾ കസ്റ്റമറൊക്കെ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഡോക്യുമെന്റ്സ് കൺട്രോളർ, പലപ്പോഴും പല ഡോക്യുമെന്റ്സ് ഉണ്ടാവും. ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്, സേഫ് ഗാർഡ് ചെയ്യേണ്ടതുണ്ട്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ബാക്ക് ഓഫീസ് എക്സിക്യൂട്ടീവ്, നമ്മുടെ മിക്കവാറും വലിയ വലിയ ഓഫീസുകളൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് ഓഫീസ്, ബാക്ക് ഓഫീസ്, മിഡിൽ ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് പല ഡിവിഷൻസ് ഉണ്ടാവും. അപ്പോൾ ബാക്ക് ഓഫീസിൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും, ആ പൊസിഷനിലൊക്കെ നോക്കാം. മെയിൽ റൂം ക്ലർക്ക്, പലപ്പോഴും മെയിൽ റൂംസ് ഉണ്ടാവും വലിയ വലിയ ഓഫീസുകളിൽ. അപ്പോൾ അതിലൊക്കെ ആണെങ്കിൽ അതിൽ ചിലപ്പോൾ ജോലി കിട്ടാം. HR അസിസ്റ്റന്റ്, അഡ്മിൻ സപ്പോർട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ റിക്രൂട്ട്മെന്റ് സപ്പോർട്ട് കൊടുക്കുന്ന HR അസിസ്റ്റന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. ടെലി മാർക്കറ്റിംഗ് നോക്കാം, BPOs നോക്കാം. അങ്ങനെ വിവിധ മേഖലകളിൽ നമുക്ക് വേണമെങ്കിൽ ഈ എൻട്രി ലെവൽ പൊസിഷനിലായിരിക്കും. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഒരു എൻട്രി കിട്ടുക. അപ്പോൾ അവിടെ നമ്മൾ വർക്ക് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മിഡ് ലെവൽ പൊസിഷനിലേക്കൊക്കെ മാറാനായിട്ട് നമുക്ക് സാധിക്കും. ഈ മിഡ് ലെവൽ പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സാലറിയിലേക്കൊക്കെ നമുക്ക് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാം ഈ സാലറി എന്ന് പറയുന്ന സാധനം നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സാലറി ഡിമാൻഡ് ചെയ്യാം. ഇപ്പോൾ എല്ലാ കമ്പനികളും ആവശ്യപ്പെടുന്നത് അവർക്കൊരു നല്ല സ്റ്റാഫിനെ കിട്ടുക എന്നുള്ളതാണ്. ഈ ഏറ്റവും കൂടുതൽ പ്രശ്നവും നല്ല സ്റ്റാഫിനെ കിട്ടാനായിട്ടാണ്. അപ്പോൾ ഈ മേഖല എന്ന് പറഞ്ഞാൽ ഭയങ്കര സാധ്യതയുള്ള ഒരു മേഖലയാണ്. നമ്മളൊരു നല്ല സ്റ്റാഫായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ നെഗോഷിയേറ്റ് ചെയ്യാം, നമ്മുടെ സാലറി പോലും നെഗോഷിയേറ്റ് ചെയ്യാം. കാരണം അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവരുടെ സാലറി പോലും അവർ നെഗോഷിയേറ്റ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഇന്റർവ്യൂവിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ പോവുകയാണെങ്കിൽ അവർ ചോദിക്കാറുണ്ട് ഓപ്പൺ ആയിട്ട്, സാർ ഇത്ര സാലറി കിട്ടിയാലും ഞാൻ വർക്ക് ചെയ്യാം എന്ന് പറയാറുണ്ട്. അത് പറയണമെങ്കിൽ നമ്മൾക്ക് അതിനുള്ള സ്കില്ല് നമുക്ക് ഉണ്ടാകണം. അല്ലാതെ കമ്പനി അല്ല പലപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത്, നമ്മളുടെ എംപ്ലോയി ആണ് പലപ്പോഴും സാലറി ഡിസൈഡ് ചെയ്യുന്നത്. സാറേ എനിക്ക് 25,000 റുപ്പീസ് കിട്ടിയാൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യൂ എന്ന് പറയും. ചിലർ പറയും 40,000 കിട്ടിയാലേ വർക്ക് ചെയ്യൂ എന്ന് പറയും. ചിലർ പറയാറുണ്ട് എനിക്ക് 1,00,000 കിട്ടിയാലേ ഞാൻ വർക്ക് ചെയ്യൂ എന്ന് പറയും. കാരണം അത്രയ്ക്ക് സ്കില്ലുണ്ടെങ്കിൽ നമ്മുടെ സാലറി അതുപോലെ തന്നെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നമ്മൾക്ക് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി റൺ ചെയ്യുന്ന ഒരു സിസ്റ്റം മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുന്ന സാലറിയും അതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ സ്കിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കരിയർ നമ്മുടെ കരിയർ ഡെവലപ്മെന്റിന് ഒരു അതിരുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത്രയും പോകാം. പക്ഷെ ഒൺലി തിങ് നമുക്ക് സ്കിൽ ഉണ്ടായിരിക്കണം, അതാണ് വേണ്ടത്. അപ്പം മിഡ് ലെവൽ പൊസിഷൻ ആണെങ്കിൽ നമുക്ക്
എക്സ്പീരിയൻസ് ഒക്കെ ആദ്യം എൻട്രി ലെവൽ കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയിൽ ട്രൈ ചെയ്യാം. എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആകാം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒക്കെ ആയിട്ട് കിട്ടാം, ഓപ്പറേഷൻസ് കോർഡിനേറ്റർ ആകാം, ഫെസിലിറ്റീസ് കോർഡിനേറ്റർ, അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ആയിട്ട് വേണമെങ്കിൽ ബില്ലിംഗ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ ആയിട്ട് മാറാം. ഈ അക്കൗണ്ട്സ് നമ്മുടെ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. കാരണം അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു ബുക്ക് കീപ്പിംഗ് രീതിയാണ്. എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് സ്റ്റാഫ് വേറെ ആയിരിക്കും. അഡ്മിനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മുടെ കോഴ്സിൽ അത് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇൻവോയ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളായിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബഡ്ജറ്റിങ്ങിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അവർ കൺസിഡർ ചെയ്യും. പേഴ്സണൽ അസിസ്റ്റന്റ്, ഇപ്പോൾ നമ്മളുടെ സീനിയർ ഓഫീസേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ജനറൽ മാനേജർ ഉണ്ടാകാം, അല്ലെങ്കിൽ CEO ഉണ്ടാകാം, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഉണ്ടാകാം. അപ്പോൾ അവരുടെയൊക്കെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ കസ്റ്റമർ റിലേഷൻസ് ഓഫീസർ, കസ്റ്റമറെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലയന്റിനെ മാനേജ് ചെയ്യുന്ന ഓഫീസർ പോസ്റ്റിലേക്കൊക്കെ നോക്കാം. ഇൻവെന്ററിയിൽ പ്രൊക്യൂർമെന്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സ്റ്റോറും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ ഓഫീസിലും ഇൻവെന്ററി ഉണ്ടാവും. അപ്പോൾ ആ ഇൻവെന്ററി മാനേജ് ചെയ്യുക, അപ്കീപ്പ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ ഓഫീസിലേക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ജോലി ട്രൈ ചെയ്യാവുന്നതാണ്. ടീം കോർഡിനേറ്റർ ആകാം, ഒരു എൻ്റെ ടീമിനെ മാനേജ് ചെയ്യുന്ന കോർഡിനേറ്റർ. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. നിർബന്ധമില്ല. ഇപ്പൊ നമ്മുടെ സ്കിൽ അനുസരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് ഈ പൊസിഷനിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഒരു എൻട്രി ലെവലായിരിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ആദ്യമായി ട്രൈ ചെയ്യുക. പിന്നീട് അവിടെ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് നമ്മൾ മറ്റ് പൊസിഷനിലേക്കൊക്കെ പോകാൻ പറ്റുക. പിന്നീട് ഒരുപാട് എക്സ്പീരിയൻസ്, ഒരു 2, 3, 4 വർഷമൊക്കെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഓഫീസ് മാനേജറൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മാറാം. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ മാനേജറായിട്ട് പോകാം. ഓപ്പറേഷൻസ് മാനേജർ, കംപ്ലീറ്റ് ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്ന ഓപ്പറേഷൻസ് മാനേജർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, കോർപ്പറേറ്റ് സർവീസ് മാനേജർ, സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്കൊക്കെ മാറാനായിട്ട് സാധിക്കും. ഒരു 5 വർഷം 6 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഒപ്പം നമ്മളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒരു ഡിഗ്രി ലെവലൊക്കെ നമുക്കുണ്ടെങ്കിൽ ഈ പൊസിഷനിലേക്കൊക്കെ പോകാൻ പറ്റും. അപ്പൊ ഇതാണ് ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്ന രീതികൾ ഒക്കെ ഇതാണ്. നമ്മൾ കൊടുക്കുന്ന കോഴ്സിനെ പറ്റി ഞാൻ ഏകദേശം ഒരു ഐഡിയ തന്നു. നമ്മുടെ കോഴ്സിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ പോകാം, എന്തൊക്കെയാണ് സ്കിൽസ് വേണ്ടത് എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി കോഴ്സിന്റെ മറ്റു കാര്യങ്ങളൊന്നും നോക്കാം. കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6 മാസമാണ് നമ്മളുടെ സമയം. ഓൺലൈൻ മോഡായിരിക്കും, നമ്മൾ സൂമിലൂടെ ആയിരിക്കും നമ്മൾ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ക്ലാസ് ടൈമിംഗ് വന്നിട്ട് എല്ലാ ആഴ്ചയും മൺഡേയും വെനസ്ഡേയും 8 മുതൽ 9 വരെയാണ് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഡൗട്ട് സെഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. മറ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ വന്നാൽ 8 മുതൽ 9 വരെ, ചിലപ്പോൾ 10 മണി വരെയൊക്കെ നീണ്ടു പോകും ക്ലാസ്സുകൾ. അതിപ്പോൾ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അന്ന് ക്ലിയർ ചെയ്തിട്ടായിരിക്കും പോവുക. ഈ ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. അപ്പൊ അതിനകത്തൊരു സാധാരണ രീതിയിലൊരു സർട്ടിഫിക്കേഷൻ അടക്കം നമ്മൾ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സിന് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് NSDC സർട്ടിഫിക്കേഷനാണ്. എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷനാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഓൺ സ്ഥാപനമാണ് NSDC എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്, ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സ്ഥാപനമാണ് NSDC. നിങ്ങൾക്ക് സൈറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം. അതൊരു വാലിഡ് സർട്ടിഫിക്കേഷനാണ്, എല്ലായിടത്തും എടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. സ്കില്ല് ഡെവലപ്മെന്റ് മേഖലയിൽ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ് അതിന്റെ പേര്. അതിപ്പോൾ പുറത്തേക്കൊക്കെ പോകാനായിട്ട് അറ്റസ്റ്റേഷൻ ചെയ്താൽ മാത്രമേ, എംബസികളൊക്കെ അറ്റസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇന്ത്യക്ക് വെളിയിലൊക്കെ ജോലിയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ വേണമെങ്കിൽ നമുക്ക് പോകാനായിട്ടൊക്കെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ട് നമ്മുടെ ജോലിയെ കിട്ടാൻ ഇതൊരു അംഗീകരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഓൺലൈൻ വെരിഫിക്കേഷൻ ഉണ്ട്, ഈ സമയത്ത് വെരിഫിക്കേഷൻ കിട്ടുന്നതാണ്, സർട്ടിഫിക്കറ്റ് ആണ്. എല്ലാം മിക്കവാറും എംബസികളൊക്കെ അത് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ദുബായിക്ക് പോകണം, അറ്റസ്റ്റ് ചെയ്താൽ മാത്രമേ അങ്ങോട്ടേക്ക് ജോലിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സർട്ടിഫിക്കേഷൻ വളരെ വാലിഡിറ്റി ഉള്ളതാണ്. ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ആണ് കൊടുക്കുന്നത്, നേരിട്ട് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കേഷൻ. അതിന്റെ എക്സാമിനേഷൻസ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. ഈ നമ്മുടെ ഈ കോഴ്സിന്, എൻ്റെ കോഴ്സിന്
ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കോഴ്സിന് നമ്മൾ സാധാരണ രീതിയിൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ ചാർജ് അടക്കം നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ചാർജ് എന്ന് പറഞ്ഞാൽ 25,000 റുപ്പീസാണ് ഫീസ് വരുന്നത്. ഞാൻ ഫീസ് പറഞ്ഞെന്നുള്ളൂ. ഈ ഡിസ്കഷന്റെ അവസാനം നമ്മൾ ആക്ച്വൽ ഫീസ് ഇതിനൊരു നമ്മളൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീസിലാണ് നമ്മളത് കണ്ടക്ട് ചെയ്യുന്നത്, കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനൊപ്പം നമ്മളൊരു അഡീഷണൽ ഫീച്ചർ കൂടി എനിക്ക് കൊടുക്കുന്നുണ്ട്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാവും. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനുള്ള സ്കില്ലാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. കാരണം ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സ്കില്ല് നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട്. എന്താണ് ഓഫീസ്, എങ്ങനെ വർക്ക് ചെയ്യണം, എന്തൊക്കെയാണ് ഓഫീസിന്റെ എക്യുപ്മെന്റ്സ്, എന്തൊക്കെയാണ്, ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓഫീസിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് വേണ്ട സ്കിൽസ് നമ്മൾ ഈ ഒരു കോഴ്സിൽ കൊടുക്കുന്നുണ്ട്. ഈ 6 മാസത്തെ കോഴ്സിൽ കൊടുക്കും. നമുക്കൊരു ജോലി കിട്ടണമെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ക്ലിയർ ചെയ്താൽ മാത്രം നമുക്ക് ജോലി കൊടുക്കും. അപ്പൊ നമുക്ക് ഈ കോഴ്സ് ഒറ്റയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്കൊരു ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാവുന്ന സ്കില്ല് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ ട്രെയിനിങ് കൂടി ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്തു. അതൊരു 1 മന്ത് പ്രോഗ്രാമാണിത്. ഇത് സാധാരണ ഇതിന്റെ ഫീസ് വരുന്നത് 20,000 റുപ്പീസാണ്. പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ ഒപ്പം ഇതൊരു ആഡ് ഓൺ പ്രോഗ്രാമായിട്ട് ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒപ്പം കൊടുത്താൽ മാത്രമേ അതിനൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഈ ഇന്റർവ്യൂ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തതിന്റെ കാരണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ ജോലി അന്വേഷിക്കാത്തതുകൊണ്ടാണ് ജോലി കിട്ടാത്തതിന്റെ കാര്യം. രണ്ടാമത് ഇന്റർവ്യൂ ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്നില്ല. മൂന്നാമത് നമുക്ക് വേണ്ട സ്കില്ലില്ല. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ ജോലി ചെയ്യാനായിട്ടുള്ള സ്കില്ല് നമുക്ക് ഉണ്ടാവില്ല. ആ സ്കില്ലിന്റെ പ്രോബ്ലം നമ്മളിവിടെ സോൾവ് ചെയ്തു. കാരണം ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ സ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇന്റർവ്യൂ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഈ ഇന്റർവ്യൂ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പ്ലസ് ഇന്റർവ്യൂ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് റെസ്യൂം പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെ ബിൽഡ് ചെയ്യാം? ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും? ഗ്രൂമിങ്, ഏതൊക്കെ രീതി ഗ്രൂം ചെയ്തിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാനായിട്ട്? എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുക? ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഏതൊക്കെ ചെക്ക് ലിസ്റ്റ് ആണ് നമ്മൾ ഇന്റർവ്യൂ ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? റൂമിലേക്ക് എങ്ങനെ കടക്കണം? എങ്ങനെ ഇരിക്കണം? എങ്ങനെ ഡോക്യുമെന്റ്സ് ഹാൻഡ് ഓവർ ചെയ്യണം? അവിടെ എങ്ങനെ സംസാരിക്കണം? എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഇന്റർവ്യൂ ട്രെയിനിങ്ങിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും. കാരണം നമ്മൾ ഒരു കോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം ഒരാൾക്കൊരു ജോലിയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഒരു ജോലിയിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ആ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാനുള്ള സ്കിൽ കൂടി നമുക്കുണ്ടാകണം. അപ്പോൾ ഈ പറഞ്ഞ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഒപ്പം നമ്മൾ ഇന്റർവ്യൂ ട്രെയിനിങ് പ്രോഗ്രാം കൂടി ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫീസ് വരുന്നത് 25,000 പ്ലസ് 20,000, 45,000 റുപ്പീസാണ് നമുക്ക് ഈ ഫീസ് വരുന്നത്. തീർന്നിട്ടില്ല, നമ്മൾ ഇതിൻ്റെ ഒപ്പം ഒരു ബോണസ് കൂടി കൊടുക്കുവാണ്. ഇപ്പോൾ എല്ലാ ഓഫീസുകളും മാർക്കറ്റിംഗ് നടത്തുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പോൾ ഏത് ഓഫീസ് ആയിക്കോട്ടെ, പണ്ടൊക്കെ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുമായിരുന്നു, റേഡിയോ പരസ്യം കൊടുക്കുമായിരുന്നു, TV പരസ്യം കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു ബേസിക് കോഴ്സ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് 20,000 റുപ്പീസോടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് മാത്രമല്ല ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നത്. നമുക്കൊരു പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഓഫീസിന് വേണ്ട പോസ്റ്റേഴ്സ്, അതിന് വേണ്ട സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുകയാണ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, ഇൻസ്റ്റാ മാർക്കറ്റിംഗ്, മറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റംസ്, ഇപ്പോൾ ഗൂഗിൾ മൈ ബിസിനസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യണം, നമുക്കൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യണം, എങ്ങനെ ചെയ്യണം, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു വെബ്സൈറ്റ്
വേഡ് പ്രസ്സിൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം. അപ്പോൾ വേഡ് പ്രസ് എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. അതൊരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ്. ഒരു ഓപ്പൺ സോഫ്റ്റ്വെയർ എന്നാണ് പറയാം. ഈ ഓപ്പൺ സോഫ്റ്റ്വെയറിൽ നമ്മളെങ്ങനെ വെബ്സൈറ്റ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത് വരെ നമ്മൾ ഇതിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് സാധാരണ ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഒരു 20,000 റുപ്പീസോളം നമ്മൾ സ്പെൻഡ് ചെയ്യണം. ടോട്ടൽ 15,000 റുപ്പീസ് എങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യാതെ ഒരു 15 to 45, 50,000 റുപ്പീസോളം ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു ആവറേജ് എന്നുള്ള രീതിയിൽ ഒരു 15,000 റുപ്പീസ് എങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്മളൊരു 60,000 റുപ്പീസ് എങ്കിലും നമ്മൾ ഈ 3 കോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ 3 കോഴ്സും ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു പ്രോഗ്രാമിനൊപ്പം ഇൻ്റർവ്യൂ ട്രെയിനിങ് പ്രോഗ്രാമും സോഷ്യൽ മീഡിയ എന്ന പ്രോഗ്രാമും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വന്നാലും ഒരു ഓഫീസിൽ ജോലി കിട്ടാതിരിക്കത്തില്ല. കാരണം ഇത്ര സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളൊരു ഓഫീസിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ അവർ കൺസിഡർ ചെയ്യും. ഉറപ്പായിട്ട് കൺസിഡർ ചെയ്യും. ഇൻ്റർവ്യൂ എങ്ങനെ ക്ലിയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനൊപ്പം നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഓൺലൈൻ കോഴ്സോട് കൂടി ഇപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓൺലൈൻ ചെയ്ത് ത്രൂ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പൊസിഷൻ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഫീസ് എല്ലാം കൂടി ഒരു 60,000 രൂപയോളം വരും എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ശരിക്കും ഒരു 60,000 ഫീസ് വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇതൊരു ഫീസ് വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ സർട്ടിഫിക്കേഷൻ്റെ ഫീസ് മാത്രം, NSTC സർട്ടിഫിക്കേഷൻ്റെ ഫീസ് മാത്രം 9,999 രൂപയ്ക്കാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന രീതിയിൽ ഇൻ്ററാക്റ്റീവ് രീതിയിൽ ഡൗട്ട് സെഷനൊക്കെ കണ്ടക്ട് ചെയ്ത് നമുക്ക് 9,999 രൂപയ്ക്ക് വളരെ ഓഫർ ഫീസിൽ നമുക്ക് ഈ കോഴ്സ് പഠിച്ചെടുക്കാവുന്നതാണ്. അത് ഒരുമിച്ച് അടയ്ക്കണ്ട. രജിസ്ട്രേഷനും അഡ്മിഷൻ ഫീസായിട്ട് 2,999 രൂപ ആദ്യം അടയ്ക്കാൻ, ബാലൻസ് 7,000 രൂപ, 1,400 രൂപ 5 മാസത്തേക്ക് അടച്ചു തീർത്തു കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ സർട്ടിഫിക്കേഷന് വേണ്ടി പ്രത്യേകം ഒരു പൈസ പോലും ഇതിൽ നിന്ന് വാങ്ങുന്നില്ല. NSTCയുടെ സർട്ടിഫിക്കേഷൻ നിങ്ങളുടെ 6 മാസം കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ NSTCയുടെ സർട്ടിഫിക്കേഷൻ ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നതാണ്. തീർന്നില്ല. നമ്മൾ ഇതിൻ്റെ ഒപ്പം ഒരു പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൂടി കൊടുക്കുന്നത്. അതൊരു മെന്ററിങ് പ്രോഗ്രാമാണ്. ഈ കോഴ്സ് കഴിഞ്ഞാൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരൊരു പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മാറ്റുകയും 1 month മെന്ററിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇൻ്റർവ്യൂസിന് പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് ക്ലിയർ ആവും, ചിലപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് ക്ലിയർ ആകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിൽ പോയി കഴിയുമ്പോൾ നമ്മൾ അതിനുള്ള മെന്ററിങ്, എന്താണ് പ്രശ്നം സംഭവിച്ചത്, എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത്, എങ്ങനെ അറ്റൻഡ് ചെയ്യണം, നിങ്ങളെങ്ങനെ ഗ്രൂം ചെയ്യണം, നിങ്ങളെങ്ങനെ റെസ്യൂം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു 1 month മെന്ററിങ് പ്രോഗ്രാം നമ്മളിതിന് കൊടുക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട്സ് ചോദിക്കാം, സാർ എങ്ങനെ പോകണമെന്ന് ചോദിക്കാം, നിങ്ങളുടെ കാര്യം കംപ്ലീറ്റ് ഡൗട്ട്സ് നമ്മുടെ ഗ്രൂപ്പിലൂടെ ചോദിക്കാം. അതിനൊപ്പം ഒരു 5 മുതൽ 10 ഇൻ്റർവ്യൂസ് വേക്കൻസീസ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത്, ഒരു 5 മുതൽ 10 ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫോം ചെയ്യുന്നതാണ് നമ്മുടെ നെറ്റ്വർക്കിൽ. അതുകൂടാതെ നിങ്ങൾ എങ്ങനെ ജോബ് സെർച്ച് ചെയ്യണം, എങ്ങനെ എംപ്ലോയറെ കോണ്ടാക്ട് ചെയ്യണം, ഏത് രീതിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ഇങ്ങനെ ഉള്ള മെന്ററിങ് പ്രോഗ്രാം. ഇതും പെയ്ഡ് പ്രോഗ്രാമാണ്, പക്ഷേ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഈ പ്രോഗ്രാമിൻ്റെ, ഈ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോഗ്രാമിൻ്റെ ഒപ്പം നമ്മൾ കൊടുക്കുകയാണ്. ഇതൊരു ബോണസ് പ്രോഗ്രാമായിട്ട് 1 month മെന്ററിങ് പ്രോഗ്രാം കൂടി ഇതിനിപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കോഴ്സിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഈ ഓൺലൈൻ ക്ലാസ് എഫക്റ്റീവ് ആണോ? ഞാൻ നോക്കിയിട്ട് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഓൺലൈനാണ്. കാരണം നമ്മൾക്ക് മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും വരുന്നില്ല.
ചുറ്റൊന്നും യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് പോകും. നമ്മൾ ഇയർഫോൺ ഉപയോഗിച്ച് ചുറ്റും ഒന്നും കേൾക്കാതെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാവുന്ന രീതിയിലായിരിക്കും. പിന്നെ നമ്മൾ നമ്മുടെ ഡിവൈസിലായിരിക്കും. ഒന്നല്ലെങ്കിൽ മൊബൈലിലായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിലായിരിക്കും നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കാനാണ്. ചിലപ്പോൾ എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റിയില്ല, കയറാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സ് ഒരു പ്രാവശ്യം കയറാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ റെക്കോർഡിങ്സ് നമ്മൾ കൊടുക്കും. 6 മാസത്തേക്ക് റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും എടുത്ത് കാണാവുന്ന രീതിയിൽ നമ്മളിതിൻ്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സിന് നിങ്ങൾ മിസ്സായാൽ പോലും നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നം അവിടെ വരുന്നില്ല. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നേരത്തെ പറഞ്ഞുള്ള ഒരു മെന്ററിംഗ് പ്രോഗ്രാം നമ്മൾ ഇതിനൊപ്പം കൊടുക്കുന്നുണ്ട്. പിന്നെ മെന്ററിംഗ് പ്രോഗ്രാമിനൊക്കെ ഉപരിയായിട്ട് ഇതിലൊരു ഇന്റർവ്യൂ ട്രെയിനിങ് വർക്ക്ഷോപ്പ് എന്ന സാധനം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നിങ്ങളെ തന്നെ ഞങ്ങൾ പെർഫെക്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അറിയാമെങ്കിൽ പിന്നെ ഒരു പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് ആവശ്യമില്ല. എങ്കിലും ഞങ്ങൾ മെന്ററിംഗ് പ്രോഗ്രാം ഇതിനൊപ്പം കൊടുക്കുന്നുണ്ട് പ്ലേസ്മെന്റ് അസിസ്റ്റൻസിന്റെ ഭാഗമായിട്ട്. അതിനൊപ്പം തന്നെ 5 മുതൽ 10 ഇന്റർവ്യൂസ് പോലും നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ ആ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇന്റർവ്യൂസ് ക്ലിയർ ചെയ്യാൻ പറ്റും. NSDC സർട്ടിഫിക്കേഷൻ വാലിഡ് ആണ്. NSDC സർട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ആണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. എല്ലായിടത്തും വലിക്കുള്ള സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു സർട്ടിഫിക്കറ്റിനെ പറ്റി ഡൗട്ട് തോന്നുവാണെങ്കിൽ നേരെ ഗൂഗിളിൽ അടിക്കുക, ഈസ് NSDC സർട്ടിഫിക്കേഷൻ ഈസ് വാലിഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ അതിൻ്റെ ആൻസർ തരും. അപ്പോൾ ആ സർട്ടിഫിക്കേഷനെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇത് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം NSDCയുടെ ഓഫീസ് മാനേജ്മെന്റിന്റെ ഒരു സർട്ടിഫിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അഡീഷണൽ മറ്റേതെങ്കിലും ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ ഫീസും എക്സാം ഫീസും അടച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി കോഴ്സ് ചെയ്ത് കഴിഞ്ഞു, സർട്ടിഫിക്കേഷന്റെ ഫീസ് മാത്രം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് എടുക്കാം. വേണമെങ്കിൽ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ UK സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ വിൻസ്റ്റഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ എംബസി അറ്റസ്റ്റേഷൻ കിട്ടുന്ന സർട്ടിഫിക്കേഷൻസ് ആണ്. മിക്കവാറും എല്ലാ കമ്പനികളൊക്കെ തന്നെ ഇത് അംഗീകരിക്കുന്ന സർട്ടിഫിക്കേഷൻസ് ആണ്. അങ്ങനെ വേണമെങ്കിൽ അഡീഷണൽ വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. എത്ര സമയം എടുക്കും സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട്? 6 മാസം നമ്മൾ കോഴ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ എക്സാമിനേഷൻസ് ഉണ്ടാകും. ഈ എക്സാമിനേഷൻസ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. മേ ബി 1 മന്തോ 2 മാസത്തിനുള്ളിൽ, മാക്സിമം 3 മാസത്തിനുള്ളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻസ് ഉണ്ടാവും. അത് ഓൺലൈൻ എക്സാമിനേഷൻസ് ആയിരിക്കും. ആ ഓൺലൈൻ എക്സാമിനേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ അസൈൻമെന്റ്സ് ഉണ്ടാവും. നിങ്ങളുടെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. എക്സാംസ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? എക്സാംസ് ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യും. പിന്നെ അസൈൻമെന്റ്സ് ഉണ്ട്. അസൈൻമെന്റ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ ഇവിടെ തരുന്നതാണ്. വാട്ട് ഈസ് മെന്ററിങ്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്താണ് മെന്ററിങ്? മെന്ററിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസത്തേക്ക് നിങ്ങളെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ടാസ്കുകൾ തരും. രാവിലെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇന്ന് 5 കമ്പനിയെ കോൺടാക്ട് ചെയ്യണമെന്ന് 5 കമ്പനിയെ കോൺടാക്ട് ചെയ്യണം. എങ്ങനെ കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺടാക്ട് ചെയ്യണം രീതി പറഞ്ഞു തരും. എങ്ങനെ റെസ്യൂം അയക്കണം എന്നുള്ളതിന് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് എങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് പറയും. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം പറ്റിയെന്നുള്ളത് അവിടെ നമ്മൾ തിരുത്തും. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ 5 മുതൽ 10 ഇന്റർവ്യൂസ് വരെ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഇൻഫോം ചെയ്യും, ഇന്നടത്ത് വേക്കൻസി ഉണ്ട്, നിങ്ങൾ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പറയും. നമ്മളുടെ ഇന്റർവ്യൂ ട്രെയിനിങ്ങിൽ ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഇനി അതല്ല, അതൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകളുണ്ട്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്തിട്ട് ഇന്റർവ്യൂവിന് ഈസി ആയിട്ട് പോകാവുന്നതാണ്. അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കാരണം നമുക്ക് ഡാറ്റ സൂക്ഷിക്കാനുള്ള പ്രശ്നം കാരണം 6 മാസം വരെ നിങ്ങൾക്കിത് വാച്ച് ചെയ്യാവുന്നതാണ്. ഏത് സമയത്ത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വാച്ച് ചെയ്യാം. അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് വാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതാണ്.
ഈ റെക്കോർഡിങ്സ് എല്ലാം. അഡീഷണൽ നേരത്തെ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്, ക്യാൻ ഐ ഗെറ്റ് അഡീഷണൽ സർട്ടിഫിക്കേഷൻ? അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ആൻഡ് എക്സാമിനേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേതെങ്കിലും അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ എടുക്കാം. ഉദാഹരണത്തിന് പറയുകയാണ്, എനിക്ക് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒപ്പം എനിക്കൊരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കൂടി ഇതിൻ്റെ ഒപ്പം ചെയ്യണം, സർട്ടിഫിക്കേഷൻ കൂടി ചെയ്യണമെങ്കിൽ എൻ്റെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് കൂടുതൽ ഫീസൊന്നും വരില്ല, അറൗണ്ട് 5,000 റുപ്പീസ് മാത്രമേ അതിൻ്റെ ഫീസ് വരുള്ളൂ. അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ചിലർ പറയണം ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒപ്പം എനിക്ക് മറ്റേതെങ്കിലും കോഴ്സ് കൂടി ചെയ്യണം, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ സേഫ്റ്റി കോഴ്സുകൾ എന്തെങ്കിലും, അത് അഡീഷണൽ ആയിട്ട് അതിൻ്റെ സെൽഫ് സ്റ്റഡി മോഡിൽ നിങ്ങൾ എക്സാമിനേഷൻ റിസർച്ച് ചെയ്ത് അത് ചെയ്യാവുന്നതാണ്. ഡു ഐ നീഡ് ടു സബ്മിറ്റ് അസൈൻമെന്റ്സ്? ഞാൻ അസൈൻമെന്റ്സ് കൊടുക്കേണ്ടതുണ്ടോ? അസൈൻമെന്റ്സ് നിങ്ങൾ കൊടുത്തിരിക്കണം. കാരണം അസൈൻമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ എക്സാമിനേഷൻസ് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാർക്സ് അതിൽ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അസൈൻമെന്റ്സ് കൊടുത്തിരിക്കണം. സർട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് നമ്മൾ അസൈൻമെന്റ്സ് കൊടുത്തിരിക്കണം. മറ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോർഡിനേറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. കോർഡിനേറ്റേഴ്സിനോട് ചോദിക്കാവുന്നതാണ്. ഈ നമ്പർ നോട്ട് ചെയ്യുക. നിങ്ങൾ പേയ്മെന്റ് അടയ്ക്കേണ്ട ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇതാണ്. ഈ നമ്പറിൽ പേയ്മെന്റ് അടയ്ക്കാവുന്ന, അല്ലെങ്കിൽ GPay നമ്പർ കൊടുത്തിട്ടുണ്ട്. GPay നമ്പറിൽ നിങ്ങളുടെ പേയ്മെന്റ് അടയ്ക്കാവുന്നതാണ്. നമ്മുടെ അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 16 ജൂൺ 16 മൺഡേ ആണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു. ജൂൺ 10 കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓഫർ പ്രൈസിന് വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നീട് ഫീസ് കൂടുന്നതായിരിക്കും. ഞങ്ങൾ ഡിസൈഡ് വെച്ചിരിക്കുന്നത് 8-ാം തീയതി കഴിഞ്ഞാൽ 8 മുതൽ 10 ഫീസ് റിവൈസ് ആവുന്നതാണ്. കാരണം ഇത്ര കുറഞ്ഞ ഫീസിൽ ഇനി ഈ ഒരു കോഴ്സ് കിട്ടില്ല. അതിനൊപ്പം ബോണസ് നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂ ട്രെയിനിങ് വർക്ക്ഷോപ്പ് അതിനൊപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സാധനം, ഇത് വളരെ ഡിമാൻഡുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതും ഇതിൻ്റെ ഒപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ 1 month മെന്ററിംഗ് പ്രോഗ്രാം. അപ്പോൾ ഓൾ ടുഗദർ 60 + 20 80,000 റുപ്പീസ് വാല്യൂ ഉള്ള ഒരു കോഴ്സ് നമ്മൾ 9,999 റുപ്പീസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി കുട്ടികളായിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോർഡിനേറ്റേഴ്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഞാൻ എൻ്റെ ചീഫ് ട്രെയിനറാണ്. എൻ്റെ പേര് സജൻ കൃഷ്ണൻകുട്ടി. അപ്പോൾ ഞാൻ എൻ്റെ ചീഫ് ട്രെയിനറാണ്. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ കോർഡിനേറ്ററോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോർഡിനേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.